സോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദി ചാനൽ. അപ്പോൾ ഈ വീക്കിൽ ഫോർമുല 1 ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് മെക്ലാരൻ്റെ അതേപോലെ ആസ്റ്റൺ മാർട്ടിൻ ടീമുകളും അവരുടെ ലിവറീസ് പ്രസൻറ്റ് ചെയ്തായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ഈ വീക്കിലോട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിങ്ങോടുകൂടി 2026 ഫോർമുല 1 സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കറിയാലോ 2026 ഫോർമുല 1 പുതിയ റെഗുലേഷൻസും റൂൾസും കാര്യങ്ങളും പുതിയ ഡിസൈനിലൊക്കെ മേജറായിട്ട് കുറേ ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഡ്രൈവേഴ്സിനൊക്കെ ഈ യങ് ഡ്രൈവേഴ്സിന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരല്ല, യങ് ഡ്രൈവേഴ്സിനൊക്കെ പുതിയ സ്പെക്കുമായിട്ടൊന്ന് അടുത്ത് വരാൻ കുറച്ച് സമയം എടുത്തെന്ന് തോന്നുന്നു. അതാണ് ഫ്രാങ്ക് കോളപ്പിൻ്റെ മോർണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആയിരുന്നു. പിന്നെ ഡേ 1 മറ്റ് ഫാസ്റ്റസ്റ്റ് ഡ്രൈവിംഗ് ഉള്ളത് മാക്സിനാണ്. പിന്നെ തൊട്ട് താഴെ ഓസ്കർ ഉണ്ട്, പിന്നെ ജോർജ്, പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് തന്നെയാണ് ടോപ്പിൽ തന്നെ ഉള്ളത്. പിന്നെ ഓഡിയുടെ ഡിസൈൻ ഇച്ചിരി നല്ലതായിട്ട് തോന്നി കേട്ടോ. അത് സാധാരണ ലിവറി പ്രസൻറ്റ് ചെയ്തപ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഇരുന്നു. പക്ഷെ ട്രാക്കിൽ കണ്ടപ്പോൾ എന്തൊരു പുതുമ ഒരു തോന്നിയായിരുന്നു. പിന്നെ ഐസക് ഹഡ്ജാർ റെഡ് ബുള്ളിൽ വന്നിട്ട് ആദ്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ. പിന്നെ പറയാനുള്ളത് കാഡിലാക് ഹാസ് ലാൻഡഡ് ഇൻ F1. കാഡിലാക് ആദ്യമായിട്ട് ഫോർമുല 1 വന്നു, ആദ്യമായിട്ട് ട്രാക്കിൽ ഇറങ്ങി കാർ ടെസ്റ്റ് ചെയ്തു. അതുപോലെ വാൾട്ടറി ബോട്ടാസും സെർജിയോ പെരസും കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു രണ്ടുപേരും. അപ്പോൾ അവർ വീണ്ടും ഫോർമുല 1 തിരിച്ചു വന്നു. പിന്നെ ഡേ 1 പ്രീ സീസൺ ടെസ്റ്റിങ്ങിൽ ആഫ്റ്റർനൂണിൽ മിക്ക ഡ്രൈവേഴ്സിനും അതുപോലെ കാറിൽ ലോക്കപ്പ് ആവുന്നതും സ്പിന്നായി പോകുന്നതും ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് കാരണം ചില ഡ്രൈവേഴ്സൊക്കെ ഒന്ന് പാടുപെട്ടായിരുന്നു. പിന്നെ ആഫ്റ്റർനൂൺ സെക്ഷനോട് കഴിഞ്ഞപ്പോഴത്തേന് ലാൻഡോ നോറിസിനാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലാപ്പ് ഉണ്ടായിരുന്നത്. ലാൻഡോ നോറിസിൻ്റെ ടൈം പർപ്പിളിലായിരുന്നു. പിന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മെഴ്സിഡസിൻ്റെ എൻജിൻസ് നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. മെഴ്സിഡസിൻ്റെ കസ്റ്റമർ ടീംസും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് ബുള്ള് പുതിയ എൻജിൻസുമായിട്ട് വന്നു, റെഡ് ബുൾ പവർ ട്രെയിൻസ് പുതിയ എൻജിൻസുമായിട്ട് വന്ന് അവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ഇൻഫാക്ട് എവറി ടീം വാസ് ഗുഡ്. സോ ഈ വീഡിയോയിൽ ഫോർമുല 1 കാറുകളുടെ സസ്പെൻഷനകത്തുള്ള 2 കീ പാർട്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പുഷ് റോഡും പുൾ റോഡും. അപ്പോൾ നമുക്കറിയാമല്ലോ ഫോർമുല 1 കാറുകളിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ വിഷ് ബോൺ ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ്. എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുൾ റോഡിൻ്റെയും പുഷ് റോഡിൻ്റെയും കാര്യം അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു ഓഫ് റോഡ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ ആ സസ്പെൻഷൻ്റെ വീഡിയോ ചെയ്തത്. ഓഫ് റോഡിൻ്റെ ഞാനൊരു CRDI to DI എൻജിൻ കൺവേർഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സസ്പെൻഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പുൾ റോഡും പുഷ് റോഡും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ എന്താണ് പുൾ റോഡ്, എന്താണ് പുഷ് റോഡ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ 2025 വരെ മിക്ക ടീമുകളും അവരുടെ കാറിൻ്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ സിമിലർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 10 ടീമിൽ ഒരു 7 ടീമിൻ്റെയും സസ്പെൻഷൻസ് ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. സോ ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഫോർമുല 1 കാറുകളിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ വിഷ് ബോൺ സസ്പെൻഷനാണ്. അപ്പോൾ ഈ ഡബിൾ വിഷ് ബോൺ സസ്പെൻഷൻസിൽ ഈ ടോപ്പ് വിഷ് ബോണും ബോട്ടം വിഷ് ബോണുമാണ് കാറിൻ്റെ ചാസിയിൽ നിന്ന് ടയേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ ഈ വിഷ് ബോൺസ് അല്ലാതെ 2 വിഷ് ബോൺസിനെ, ടോപ്പ് വിഷ് ബോണിൻ്റെയും ബോട്ടം വിഷ് ബോണിൻ്റെയും നടുക്കായിട്ട് ഈ ചാസിയിൽ നിന്ന് ടയറിലേക്ക് വേറൊരു റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡാണ് പുഷ് റോഡ് അല്ലെങ്കിൽ പുൾ റോഡായിട്ട് പറയുന്നത്. സോ ഇതിൽ പുഷ് റോഡ് സസ്പെൻഷൻ്റെ, അതായത് ഈ സസ്പെൻഷനകത്ത് പുഷ് റോഡ് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ചാസിയിലേക്ക് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ടയറിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതായിരിക്കും ചാസിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ് റോഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം റേസിൻ്റെ ഇടയിൽ കാർ എന്തെങ്കിലും ഒരു ബമ്പിനകത്ത് പോയി, എന്തെങ്കിലും ഈ ട്രാക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലിനേഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ ടയർ അതിനകത്തോട്ട് ഇറങ്ങുമോ അല്ലെങ്കിൽ പൊക്കത്തിലേക്ക് കയറി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഷ് റോഡിൻ്റെ അറ്റത്ത് ഒരു ഡാമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പുഷ് റോഡിൻ്റെ ടയറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു ഡാമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ടയർ എന്തെങ്കിലും ബമ്പിനകത്തോ അല്ലെങ്കിൽ കുഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡാമ്പറിനെ ഈ പുഷ് റോഡ് പുഷ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് പുഷ് റോഡ് എന്ന് പറയുന്ന പേരിട്ടേക്കുന്നത്. ഇനി പുൾ റോഡ് സസ്പെൻഷൻ പുഷ് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അസംബ്ലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയറിൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ നിന്നായിരിക്കും അതിൻ്റെ കണക്ഷൻ വരുന്നത്. എന്നിട്ട് ചാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ പുൾ റോഡ് സസ്പെൻഷൻ്റെ കേസിൽ ഇപ്പോൾ ആ ടയർ എന്തെങ്കിലും ബമ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിയിലോട്ടോ അല്ലെങ്കിൽ ഒരു പൊക്കത്തിലൊക്കെ കയറുവാണെങ്കിൽ ആ ടയറിൻ്റെ ആർട്ടിക്കുലേഷൻ കാരണം ഈ ഡാമ്പറിനെ ഈ റോഡ് പുള്ള് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷന് പുൾ റോഡ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പുൾ റോഡ് സസ്പെൻഷൻ്റെയും പുഷ് റോഡ് സസ്പെൻഷനും യൂസ് ചെയ്യുമ്പോൾ
കാറുകൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പറ്റി പറയാം. സോ എന്തുകൊണ്ടാണ് ഒരു ഫോർമുല 1 കാറിൽ ഡബിൾ വിഷ് ബോൺ സസ്പെൻഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ഫോർമുല 1 കാറുകളിൽ ഈ വിഷ് ബോൺ സസ്പെൻഷൻസ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സസ്പെൻഷനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് എയറോഡൈനാമിക്കലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പുൾ റോഡ് ഉപയോഗിച്ചാലും പുഷ് റോഡ് സസ്പെൻഷൻ ഉപയോഗിച്ചാലും എയറോഡൈനാമിക്കലി ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷേ ചേഞ്ച് വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ്റനൻസിൻ്റെ ടൈമിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ് റോഡ് സസ്പെൻഷൻ, ഞാൻ അതിൻ്റെ ഒരു അസംബ്ലിയുടെ കാര്യം പറഞ്ഞാൽ, പുഷ് റോഡ് സസ്പെൻഷൻ അസംബിൾ ചെയ്യുന്നത് കാറിൻ്റെ ബോഡിയിൽ നിന്ന് ടയറിൻ്റെ സെൻറ്ററിൻ്റെ താഴത്തേക്കാണ് ഈ ഒരു രീതിയിലായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഷ് റോഡിനെ ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സിന് എന്തെങ്കിലും ട്വീക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ അത് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ പുഷ് റോഡ് സസ്പെൻഷൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുഷ് റോഡിൻ്റെ അസംബ്ലിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പുഷ് റോഡിൻ്റെ ഈ റോഡ് കണക്ട് ചെയ്യുന്നത് കാറിൻ്റെ ബോഡി വർക്കിൻ്റെ മേലെ നിന്ന് ടയറിൻ്റെ സെൻറ്ററിൻ്റെ താഴോട്ടായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ടോപ്പിൽ വെയിറ്റ് കൂടുന്നത് തന്നെ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കാറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഇച്ചിരിയുടെ എലിവേറ്റ് ചെയ്യും. പക്ഷേ പുൾ റോഡ് സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഇല്ല. കാരണം ഇതിൻ്റെ കണക്ഷൻ, പുൾ റോഡ് സസ്പെൻഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണല്ലോ, ടയറിൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ നിന്ന് ഈ പുൾ റോഡിനെ കണക്ട് ചെയ്ത് ചാസിയുടെ ബോഡിയുടെ താഴെയായിരിക്കും ഈ ഒരു പുൾ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കാറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇത് ബാധിക്കത്തില്ല. പക്ഷേ ഈ പുൾ റോഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെക്കാനിക്സിന് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് ഇതിനകത്ത് എന്തെങ്കിലും റിപ്പയറോ മെയിൻ്റനൻസോ ചെയ്യണമെങ്കിൽ ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഈ പുൾ റോഡ് സസ്പെൻഷൻസിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോ ആയിരിക്കും, കാറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോ ആയിരിക്കും. സോ ഈ വർഷം തൊട്ട് വന്ന മേജറായിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2025 വരെ ടീംസ് ഈ കാറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സസ്പെൻഷനെ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം മെഴ്സിഡീസിൻ്റെ എടുക്കാം, മെഴ്സിഡീസിലെ എഞ്ചിനീയേഴ്സ് ഫ്രണ്ട് സെറ്റ് ഓഫ് ടയേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുൾ റോഡ് സസ്പെൻഷനാണെന്ന് വിചാരിക്കുക. അപ്പം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ റിയർ സെറ്റ് ഓഫ് ടയേഴ്സിൽ പുഷ് റോഡ് ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഉപയോഗിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയറിൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2025 വരെ, അതായത് 2022 തൊട്ട് 25 വരെ മിക്ക ടീമുകളും ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഹൈബ്രിഡ് സിസ്റ്റമാണ് സസ്പെൻഷൻ്റെ കേസിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ 2022 തൊട്ട് ഈ ഫ്രണ്ടിൽ ഈ പുഷ് റോഡ് എന്തുകൊണ്ട് സ്പെസിഫിക്കായിട്ട് യൂസ് ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ പുഷ് റോഡ് സസ്പെൻഷൻ്റെ അസംബ്ലി വരുമ്പോഴത്തേന് പുഷ് റോഡ് മുകളിലായിരിക്കും, ബോഡി വർക്കിൻ്റെ മേലെ ആയിരിക്കും അതിൻ്റെ അസംബ്ലി എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ആ ഒരു ടയറിൻ്റെ താഴത്തെ ആ ഒരു റീജിയനിൽ കുറച്ച് സ്പേസ് കിട്ടും. അതുമാത്രമല്ല, ഈ വർഷം തൊട്ട് ഈ ഫ്രണ്ട് വിങ്സിൻ്റെ കേസിലും റിയർ വിങ്സിൻ്റെ കേസിലും മേജറായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് വിങ്സിൽ മേജറായിട്ട് ചേഞ്ച് വരുന്നുണ്ട്, വേറെ കുറേ കമ്പോണൻസ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മറ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ടീംസ് ഫ്രണ്ടിൽ ഈ പുഷ് റോഡ് സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പുഷ് റോഡ് സസ്പെൻഷൻ്റെ അസംബ്ലിയിൽ കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ സ്പേസിൻ്റെ കാരണമാണ് ഈ കാറിൻ്റെ റിയറിലും ഈ പുഷ് റോഡ് സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫ്യൂസേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇച്ചിരൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് റിയർ സൈഡിലും ടീംസ് പുഷ് റോഡ് സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻസിൽ ഫോർമുല 1 കാറുകളിൽ യൂസ് ചെയ്യുന്ന ഈ പുഷ് റോഡുണ്ട്, പുൾ റോഡുണ്ട്. മെയിനായിട്ട് ഡബിൾ വിഷ് ബോണാണ്. പക്ഷേ ഈ പുൾ റോഡോ പുഷ് റോഡോ ഉപയോഗിക്കുന്നതിന് ഒരു സ്പെസിഫിക് റൂളില്ല. എന്ത് ടീംസിനെ ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2026 പുതിയ റെഗുലേഷൻ വന്ന് പഴയ ഗ്രൗണ്ട് എഫക്റ്റ് എറ പോയി. അപ്പോൾ കാറിൻ്റെ ഫ്ലോറിലൊക്കെ ആ ഒരു വെഞ്ചൂറി ഷേപ്പൊക്കെ പോയി. അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ഡൗൺഫോൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡിഫ്യൂസർ ബാക്കിൽ ഡിഫ്യൂസേഴ്സിൻ്റെ ഡിസൈൻ ഇച്ചിരൂടെ നല്ലതാക്കാൻ വേണ്ടി ആയിരിക്കണം ബാക്കിൽ ഈ ഒരു പുഷ് റോഡ് സസ്പെൻഷൻ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ആ ഒരു കേസ് തന്നെ ആയിരിക്കണം. കാരണം ഫ്രണ്ട് വിങ്സിലും ഈ വർഷം തൊട്ട് മേജറായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ആ ഒരു കേസ് കണക്കിലെടുത്തിട്ടായിരിക്കണം ടീംസ് ഈ ഒരു രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു പുഷ് റോഡ് സസ്പെൻഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കേസിൽ തോന്നുന്നത് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അഡ്രിയാൻ ന്യൂയുടെ ആസ്റ്റൺ മാർട്ടിൻ 2026 AMR 2026 കാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു സസ്പെൻഷൻസിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാമെന്ന്. അത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അതുമാത്രമല്ല, നമ്മൾ ഓഫ് റോഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡിൽ ഇപ്പോൾ 2 വീഡിയോസ് ആയിട്ടുണ്ട്. ഒരു CRDA to DI എൻജിൻ കൺവേർഷനും പിന്നെ സസ്പെൻഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.